എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നടന്നിട്ടുള്ള LDC എക്സാമിന്റെ തമിഴ് നോയിങ് പരീക്ഷയല്ല ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ. ഇനി എക്സാം എഴുതാൻ പോകുന്ന എല്ലാവരും ഇതേപോലെയുള്ള 2024ലും 2025 ഇനി വരാൻ പോകുന്ന എക്സാമുകളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണേ. ഫസ്റ്റ് വൺ, വിച്ച് എമംഗ് ദി ഫോളോയിങ് ഇസ് ദി കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്? ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിലെ ബിസിനസിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ ആൻസർ പറയാം. ബിസിനസ്, BUSINESS. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ, ബിസിനസ്. ഓക്കെ, ജസ്റ്റ് ഓർത്ത് നോക്കിയാൽ അല്ലെ, ബസ് ഉണ്ട്, പിന്നെ ഇന്നുണ്ട് ബസിന്റെ അകത്ത്. ഓക്കെ, അപ്പൊ ബസ്, ഇന്ന്, പിന്നെ എസ് ആണ് കേട്ടോ, ESS, ബിസിനസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ളത് അല്ലെ. അപ്പൊ ഇതിനകത്ത് ഓർക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? ആക്റ്റീവിനെ പാസീവിലേക്ക് ആക്കുമ്പോഴും പാസീവിനെ ആക്റ്റീവിലേക്ക് ആക്കുമ്പോഴും ടെൻസ് മാറാൻ പാടില്ല. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ദേ ആർ ഫോളോയിങ് അസ്. ING ഉണ്ട് ക്വസ്റ്റിനകത്ത്. ING ഉണ്ടെങ്കിൽ നമ്മുടെ ആൻസറിനകത്ത് ഏത് വേർഡ് ഉണ്ടാവും? ബീയിങ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് ഉണ്ടാവും അല്ലെ. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് ഓപ്ഷൻ എനെയും ഓപ്ഷൻ ബിനെയും എടുത്ത് മാറ്റാം. അപ്പൊ ഇതേപോലെ എല്ലാവരും എലിമിനേഷൻ മെത്തേഡ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ നമുക്ക് നെഗറ്റീവ് ഒഴിവാക്കാൻ പറ്റുവേ. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെൻസ് മാറില്ല എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇവിടെ ആറാണ് കൊടുത്തിട്ടുള്ളത്, പ്രസന്റ് ആണ്. അപ്പൊ നമ്മുടെ ആൻസറിൽ എന്തായിരിക്കും വരിക? സെയിം പ്രസന്റ് ഫോമുള്ള ആൻസർ തന്നെയായിരിക്കും വരിക അല്ലെ. അപ്പൊ ആൻസർ ഇട്ട് ഓപ്ഷൻ സി ആണ്. വി ആർ ബീയിങ് ഫോളോഡ് ബൈ ദം. എല്ലാവരും ശരിയാക്കി എന്ന് വിചാരിക്കണം കേട്ടോ. ഇത് ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ PYQ ആണ്. വി ഹാവ് എ ഹെർക്യൂലിയൻ ടാസ്ക് ഇൻ ഫ്രണ്ട് ഓഫ് us. ഹെർക്യൂലിയൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് അല്ലെ, വളരെ ടഫ് ആയിട്ടുള്ള ഒരു ടാസ്കിനെയാണ് ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് പറയാ കേട്ടോ. ഇനി അടുത്ത ചോദ്യം, നോ അതർ ഗേൾ ഇൻ ദിസ് ക്ലാസ് ഇസ് ആസ് സ്റ്റുഡിയസ് ആസ് നീത. നീതയുടെ അത്രയും സ്റ്റുഡിയസ് ആയിട്ടുള്ള വേറൊരു ഗേളും ആ ക്ലാസ്സിൽ ഇല്ല എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇതേ മീനിങ് തരുന്ന ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ബി. നിത ഇസ് ദ മോസ്റ്റ് സ്റ്റുഡിയസ് ഗേൾ ഇൻ ദി ക്ലാസ്. ആ ക്ലാസ്സിൽ വെച്ച് നോക്കുമ്പോൾ നിതയാണ് ഏറ്റവും സ്റ്റുഡിയസ് ആയിട്ടുള്ള ഗേള്. ഓക്കെ, അപ്പൊ അതാണ് കറക്റ്റ്, സെയിം മീനിങ് തരുന്നത് കേട്ടോ. ദ ട്രെയിൻ വിൽ അറൈവ് അറ്റ് 4 PM. ഹിയർ PM ക്യാൻ ബി എക്സ്പാൻഡഡ് ആസ്. നമുക്കറിയാം ഇതേപോലെയുള്ള എക്സ്പാൻഷൻ ഒക്കെ ചോദിക്കുന്നുണ്ട്. മുമ്പ് ചോദിച്ചിരുന്നു, ഒരിടയ്ക്ക് ട്രെൻഡ് തന്നെയായിരുന്നു. അപ്പൊ PM എന്ന് പറഞ്ഞാൽ എന്താണ്? പോസ്റ്റ് മെറീഡിയം അല്ലെ. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്, പോസ്റ്റ് മെറീഡിയം. ഇനി 86th വൺ, ചൂസ് ദി കറക്റ്റ് ഫോം ഓഫ് ദി വേർബ് ഫ്രം ദി ഓപ്ഷൻസ് ടു കംപ്ലീറ്റ് ദി സെന്റൻസ്. ഹി ഡാഷ് എ മൂവി എവറി സൺഡേ. എല്ലാ സൺഡേയിലത്തെയും കാര്യമാണ്, റെഗുലർ ആയിട്ട് നടക്കുന്ന കാര്യമാണ്. ഹോബീസ്, ഹാബിച്വൽ ആക്ഷൻസ്, റെഗുലർ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ, പ്രീ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് സിമ്പിൾ പ്രസന്റൻസ് ആണ്. ഹി സിംഗുലർ ആയതുകൊണ്ട് തന്നെ കൂട്ടിനൊരു എസും കൂടെ ചേർത്ത് വാച്ചസ് എന്ന് വേണം ആൻസർ ആയിട്ട് പറയാൻ അല്ലെ. ഇനി അടുത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള അടുത്തൊരു ചോദ്യം നമ്മൾ കോഡൊക്കെ വെച്ച് കണക്ട് ചെയ്ത് പഠിപ്പിച്ചിട്ടുള്ളതാണ്. എ ലാർജ് ഗ്രൂപ്പ് ഓഫ് ഇൻസെക്ട്സ് മൂവിങ് ഇൻ എ മാസ് ഇസ് കോൾഡ്. അപ്പൊ ഗ്രൂപ്പ് ഓഫ് ഇൻസെക്ട്സിന് നമ്മൾ എന്താ പറയാ? അതിനെ പറയുന്നത് യെസ്, സ്വാം ആണ് അല്ലെ. നമ്മൾ പറഞ്ഞിരുന്നു റാറ്റ്സ്, ഫ്ലൈസ്, അതേപോലെ തന്നെ ബീസ് അല്ലെ, ഇൻസെക്ട്സ്. അപ്പൊ ഫ്ലൈസ്, ബീസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇൻസെക്ട്സ് അറിയാലോ. അപ്പൊ ഇതിനെല്ലാം നമ്മൾ ഗ്രൂപ്പായിട്ട് എങ്ങനെയാ പറയാ? സ്വാം എന്നാണ് പറയാ അല്ലെ. നമ്മൾ പറഞ്ഞിരുന്നു റാറ്റ് ചത്തു കഴിയുമ്പോൾ അതിന് ചുറ്റിനും ഫ്ലൈസും ബീസും ഇൻസെക്ട്സ് ഒക്കെ വരുന്നു ഓർത്ത് വെക്കുക അല്ലെ. വാം ആയിട്ടുള്ള വെള്ളത്തിൽ വീണിട്ടാണ് റാറ്റ് ചത്ത എന്നുള്ള രീതിയിലും കൂടെ ഓർത്ത് വെക്കുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദി സ്യൂട്ടബിൾ ആർട്ടിക്കിൾ ഫ്രം ദി ഓപ്ഷൻസ് ഗിവൺ ബിലോ. ദേ ടോക്ക് ഫോർ ഡാഷ് അവർ. ഇവിടെ അവർ എന്നുള്ള പ്രൊനൗൺസിയേഷൻ ആണ് വരുന്നത്, അവർ അല്ലെ, ആയാണ് വരുന്നത്. അപ്പൊ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ആൻ അവർ ആണ്. ഇനി അടുത്തത്, വിച്ച് അമംഗ് ദി ഫോളോയിങ് ഇസ് സിനോണിം ഓഫ് ദി വേർഡ് ഡിസ്മാൽ. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് PYQ കൂടിയാണ് കേട്ടോ. ഡിസ്മാൽ എന്ന് പറഞ്ഞാൽ എന്താ? വളരെ സാഡ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ വളരെ ഗ്ലൂമി ആയിട്ടിരിക്കുക. നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ വളരെ സ്മോൾ ആണെന്ന് ആരെങ്കിലൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ സാഡ് ആവും, ഗ്ലൂമി ആവും എന്നൊക്കെ വെറുതെ ഓർത്ത് വെക്കാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ക്യാൻ യു സ്റ്റാർട്ട് ദി പ്രോജക്ട് ടുമാറോ? ദ മാനേജർ ആസ്ക്ഡ് us. ചൂസ് ദി റിപ്പോർട്ടഡ് ഫോം ഓഫ് ദി സെന്റൻസ് ഫ്രം ദി ഓപ്ഷൻസ് ഗിവൺ ബിലോ. ദ മാനേജർ ആസ്ക്ഡ് us. റിപ്പോർട്ടിംഗ് വെർബ് എന്താണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് അല്ലെ. ആസ്ക്ഡ് കണ്ടപ്പോ മനസ്സിലായി. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡബിൾ കോഡ്സിൽ കൊടുത്തുള്ള ഭാഗത്തിന്റെ ടെൻസ് നമുക്ക് മാറ്റാം. ഓക്കെ, ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ക്യാൻ യു സ്റ്റാർട്ട് ദി പ്രോജക്ട് ടുമാറോ. ക്യാൻ എന്നുള്ളത് എന്തായിട്ട് മാറും? കുഡ് ആയിട്ട് മാറും. അപ്പൊ നമുക്കിവിടെ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എനകത്തൊരു കുഡ് ഇരിപ്പുണ്ട്. ഓപ്ഷൻ പിന്നെ ഇതിൽ വന്നിട്ടുള്ള ഡിനകത്തൊരു കുഡ് ഉണ്ട് അല്ലെ. അപ്പൊ ബാക്കി 2 ഓപ്ഷൻസ് എടുത്ത് ഞാൻ മാറ്റി കേട്ടോ. അപ്പൊ ക്യാൻ യു സ്റ്റാർട്ട് ദി പ്രോജക്ട് ടുമാറോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഒന്നല്ലെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയും അല്ലെ. അപ്പൊ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഒന്നല്ലെങ്കിൽ ഇഫ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ വെദർ യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ദ മാനേജർ ആസ്ക്ഡ് us
വെദർ വി കുഡ് സ്റ്റാർട്ട് ദി പ്രൊജക്ട് ദ നെക്സ്റ്റ് ഡേ. ടുമാറോ എന്നുള്ളത് പിറ്റേ ദിവസമായിട്ട് മാറും അല്ലെ. അപ്പൊ നെക്സ്റ്റ് ഡേ ആയിട്ട് മാറും. നമ്മുടെ ആൻസർ ഇട്ട് ഓപ്ഷൻ എ ആണ് വരുന്നത്. കിട്ടുന്നുണ്ടല്ലോ? ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് വൺ. Choose the appropriate phrasal verb to complete the sentence. We have dash of milk. Would you like the milk powder instead? അതായത് മിൽക്ക് തീർന്നു പോയേക്കാണ്, എക്സോസ്റ്റഡ് ആണ്. തീർന്നു പോയേക്കാണ്, എക്സോസ്റ്റഡ് ആണ്. അതിന് പകരം മിൽക്ക് പൗഡർ മതിയോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ റൺ ഔട്ട് എന്നാണ് വരിക അല്ലെ. റൺ ഔട്ട് എന്ന് പറഞ്ഞാൽ ലാക്ക് ചെയ്യുക അല്ലെങ്കിൽ എക്സോസ്റ്റഡ് ആവുക എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ. നമ്മൾ ഔട്ടിൽ ഒരുപാട് നേരം റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എക്സോസ്റ്റഡ് ആവും, ടയേർഡ് ആവും, അല്ലെങ്കിൽ ലാക്ക് ചെയ്യുക, ഷോർട്ടേജ് വരും എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. സെലക്ട് ആൻ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ദി ഫോളോയിങ് സെന്റൻസ്. ഹി സെൽഡം ആൻസേഴ്സ് എനി ക്വസ്റ്റ്യൻസ്. എപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാലും ഇതേപോലെയുള്ള സെൽഡം, റെയർലി അങ്ങനെയുള്ള വാക്കുകളൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കണം നെഗറ്റീവ് ആണ് അല്ലെ. ഹാർഡ്ലി, റെയർലി, സെൽഡം ഒക്കെ കാണുമ്പോൾ നെഗറ്റീവ് ആണ്. അപ്പൊ ആൻസർ എന്തായാലും പോസിറ്റീവ് ആയിരിക്കും അല്ലെ. ആൻസേഴ്സ്, ഹി സെൽഡം ആൻസേഴ്സ് ആണ്. ഓക്കെ. അപ്പൊ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? ഒരു എസ് ഉണ്ട്, അപ്പൊ അതുകൊണ്ട് തന്നെ ഡസ് ചേർത്തിട്ട് പറയണം അല്ലെ. അപ്പൊ ഡസ് ഹി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. വിച്ച് among the following is an antonym of the word appropriate? ആന്റണിം ആണ് ചോദ്യം. അപ്രോപ്രിയേറ്റിന്റെ ആന്റണിം ആണ്. എന്താണ് അപ്രോപ്രിയേറ്റിന്റെ ആന്റണിം ആയിട്ട് വരുന്നത്? ദാറ്റ് ഇസ് inappropriate അല്ലെ. inappropriate ആണ് കേട്ടോ. Walking is a good exercise. In this sentence, walking is used as dash. ഓക്കെ. നടത്തം നല്ലൊരു എക്സസൈസ് ആണെന്നാണ് പറഞ്ഞത്. നടത്തം എന്ന് പറഞ്ഞാൽ നൗൺ ആണ് അല്ലെ. നമുക്കറിയാം അത് ജെറൻഡ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ നൗൺ ആണെന്നുള്ളത് അറിയാം. അപ്പൊ ആൻസർ എന്താണ്? ആൻസർ ഇട്ട് ഓപ്ഷൻ ഡി ആണ്, നൗൺ ആണ്. അതേസമയം ഷീ ഈസ് വാക്കിംഗ് എന്നാണെങ്കിൽ ഈ വാക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? അത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ ടു കംപ്ലീറ്റ് ദി സെന്റൻസ്. ഇഫ് വി ഹാഡ് റിഹേഴ്സ്ഡ് വെൽ വി ഡാഷ്. ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ അപ്പുറത്ത് എന്തുണ്ടാവും? വുഡ് ഉണ്ടാവും, ഹാവ് പ്ലസ് V3 ഉണ്ടാവും അല്ലെ. അപ്പൊ അതേപോലെ തന്നെ വുഡ്, ഹാവ്, V3 വരുന്നത് എവിടെയാ? ഓപ്ഷൻ ബിയിലാണ്. ഇഫ് വി ഹാഡ് റിഹേഴ്സ്ഡ് വെൽ വി വുഡ് ഹാവ് വൺ ദി കോമ്പറ്റീഷൻ. നമ്മുടെ ഇഫ് കണ്ടീഷനിലെ മൂന്നാമത്തെ ഒരു കണ്ടീഷൻ ആണ് അല്ലെ. ഓക്കെ. അപ്പൊ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് ഷുവർ ആയിട്ടും സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ആക്റ്റീവ്, പാസീവ്, ഡയറക്റ്റ്, ഇൻഡയറക്റ്റ് സ്പീച്ച്, ഇഫ് കണ്ടീഷൻ, ഓക്കെ, ഇതിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്തേക്ക് വരാം. നെക്സ്റ്റ് വൺ. എ പേഴ്സൺ ഹൂ ഡസ് ക്ലെവർ ട്രിക്സ് വിച്ച് അപ്പിയർ മാജിക്കൽ ഇസ് കോൾഡ്. ഇതും ഈ അടുത്ത് തന്നെ ഏതൊരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു അല്ലെ. ആൻസർ എന്താണ് വരുന്നത്? കോൺജുറർ ആണ്. നമ്മൾ കോൺജുറിംഗ് എന്നൊക്കെ പറഞ്ഞിരുന്നു. കോൺജുറർ അല്ലെ. പേഴ്സൺ ഹൂ ഡസ് ക്ലെവർ ട്രിക്സ് ആണ്. അതായത് മാജിക്കൽ ട്രിക്സ് ഒക്കെ കാണിക്കുന്ന ഒരാളെ പറയുന്നത് കോൺജുറർ എന്നാണ്. ക്യൂറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ക്യൂറേറ്റർ പേഴ്സൺ ഹൂ ലുക്സ് ആഫ്റ്റർ മ്യൂസിയം അല്ലെ. അപ്പൊ മ്യൂസിയത്തിൽ കുറെ സ്ഥലങ്ങൾ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഓർക്കാൻ പറഞ്ഞിരുന്നു. ക്യൂറേറ്റർ. ഓക്കെ. ബർഗ്ലർ എന്ന് പറഞ്ഞാൽ എന്താ? ബർഗ്ലർ എന്ന് പറഞ്ഞാൽ അതിക്രമിച്ച് കയറുന്ന ഒരാളെ അല്ലെ. തീഫിനൊക്കെയാണ് നമ്മൾ ബർഗ്ലർ എന്ന് പറയാ. ബർഗർ കഴിക്കാൻ വേണ്ടി അതിക്രമിച്ച് കയറി എന്നൊക്കെ വേണമെങ്കിൽ ഓർത്ത് വെക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ബർഗ്ലർ അലാം ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയും വേണമെങ്കിൽ ഓർക്കാം. ഓക്കെ. ഇനി വിച്ച് among the following is an irregular verb. അപ്പൊ ഈ ഒരു ചോദ്യം ചിലപ്പോൾ കുറച്ച് പേര് സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും, കിട്ടണം എന്നില്ല അല്ലെ. അപ്പൊ ഇറഗുലർ വെർബ് എന്ന് പറഞ്ഞാൽ എന്താ? ആർക്കെങ്കിലും അറിയാവോ എന്താണ് ഇറഗുലർ വെർബ്? ആൻസർ വരുന്നത് റൺ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മൾ ED യൂസ് ചെയ്തിട്ട് പറയുന്ന വെർബുകളൊക്കെ ഉണ്ടല്ലോ. അതായത് ജംപ്ഡ് നമുക്ക് പറയാൻ പറ്റും, വാക്ക്ഡ് എന്ന് പറയാൻ പറ്റും, മൂവ്ഡ് എന്ന് പറയാൻ പറ്റും. റണ്ണിന് നമ്മൾ എന്താ പറയാ? റണ്ണ്, റാന്, റൺ എന്നാ പറയാ അല്ലെ. റാൻ എന്നാണ് പറയാ. അപ്പൊ ഇതേപോലെ ED ചേർത്ത് പറയുന്ന അല്ലെങ്കിൽ D ഒക്കെ ചേർത്ത് പറയുന്ന ആൾക്കാരെയാണ് നമ്മൾ പറയുന്നത് എന്ത്? റെഗുലർ വെർബ് എന്ന് പറയാം. അപ്പൊ റൺ എന്ന് പറയുന്നത് ഇറഗുലർ വെർബ് ആണ് കേട്ടോ. ഓക്കെ. ഇനി അടുത്തത് ഫിൽ ഇൻ ദി ബ്ലാങ്ക് യൂസിങ് ദി റൈറ്റ് പ്രപ്പോസിഷൻ. ദർ ഇസ് എ റിവർ ഡാഷ് മൈ ഹൗസ്. എന്റെ വീടിന്റെ അരികിൽ അല്ലെ, അരികിൽ ഒരു റിവർ ഉണ്ട്. അപ്പൊ അരികിൽ എന്നുള്ള മീനിങ് വരുന്നത് ഏതാ? ബിസൈഡ് ആണ് അല്ലെ. ബിസൈഡ്സ് ഒരു എസും കൂടി ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ അഡീഷൻ ടു. ഓക്കെ. ഇൻ അഡീഷൻ ടു ആണ് ബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ കേട്ടോ. തമ്മിൽ മാറിപ്പോരുത്. അഡീഷണൽ ഒരു എസ് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ തന്നെ ഓർത്തു വയ്ക്കാം. ഇൻ അഡീഷൻ ടു ആണ് മീനിങ് ആയിട്ട് വരുന്നത്. ദ പാർട്ടി വാസ് അറ്റൻഡഡ് ബൈ ആൻ ഓഗസ്റ്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഓക്കെ. ഇൻ ദിസ് സെന്റൻസ് ഓഗസ്റ്റ് ആസ് ആൻ അഡ്ജക്റ്റീവ് മീൻസ്. ഓഗസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവരും ആദരിക്കപ്പെടുന്ന അല്ലെ, അതാണ് ഓഗസ്റ്റ്. ഓക്കെ. നെക്സ്റ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയായിരുന്നു. നോ സൂണർ ഹാഡ് ഷീ ലെഫ്റ്റ് ദി ഹൗസ്. നോ സൂണറിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ദാൻ ആണ് അല്ലെ. നോ സൂണർ ഹാഡ് ഷീ ലെഫ്റ്റ് ദി ഹൗസ് ദാൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. ഓക്കെ. ഒരു കാര്യം കൂടെ മനസ്സിലാക്കി. ഇതേപോലെയുള്ള നോ സൂണർ,
ഹാർഡ്ലി, സ്കെയർസ്ലി ഇതൊക്കെ വന്നു കഴിയുമ്പോൾ ആദ്യം ഓക്സിലറി വെർബ് വരണം കേട്ടോ. കണ്ടോ ഇവിടെ ആദ്യം ഓക്സിലറി വെർബ് വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് സബ്ജക്റ്റ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ അതിന്റെ എക്സ്ട്രാ പോയിന്റ്സും കൂടെ നോക്കുക. അതേപോലെ തന്നെ പലതും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഷുവർ ആയിട്ടും നിങ്ങൾക്ക് മാർക്ക് നിങ്ങളുടെ കയ്യിലിരിക്കും കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മൾ ഇംഗ്ലീഷിന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 10th വേണ്ടിയിട്ടാണെങ്കിലും +2 ലെവൽ ആണെങ്കിലും ഡിഗ്രി പ്രിലിംസിനൊക്കെ വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷിന്റെ മാത്രമായിട്ടുള്ള കോഴ്സുകൾ ഉണ്ട്. അതേപോലെ തന്നെ ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫയേഴ്സ് അങ്ങനെയുള്ള കോഴ്സുകളും കൂടി ഉണ്ട്. വരുന്ന രീതിയിൽ കണക്ഷൻസ് ഒക്കെ വെച്ച് ബേസ് മുതൽ എടുക്കുന്ന ഗ്രാമറും വൊക്കാബുലറിയും ക്ലാസ് ആണ്. അപ്പൊ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് കമന്റ് ആയിട്ട് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്സും കൂടെ എല്ലാവരും കമന്റ് ചെയ്യണേ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.